ബീഹാറിൽ കേട്ടു തുടങ്ങിയതാണ് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നടപ്പാക്കുകയാണ്. നവംബർ 4 മുതൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങും. കരട് പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 2 ഘട്ടത്തിലുള്ള അപ്പീലിനും സമ്മതിദായകർക്ക് അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണം നടപ്പാക്കുന്നതായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പ് അവഗണിച്ചാണ് SIRന്റെ നീക്കം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. യോഗ്യതയുള്ളവരെയെല്ലാം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. മരിച്ചവരെയും സ്ഥലം മാറിപ്പോയവരെയും മറ്റൊരിടത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരെയും വോട്ടവകാശമില്ലാത്ത വിദേശീയരെയും ഒക്കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. നവംബർ 4 ശേഷം വോട്ടറെ തേടി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ വീടുകളിലെത്തും. വീട്ടിൽ ആളില്ലെങ്കിൽ 3 തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സ്ഥലത്തില്ലെങ്കിൽ വീഡിയോ കോൾ അടക്കം വിളിച്ച പ്രക്രിയ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. 2002-ലും 2025-ലും വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകണം. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന 12 രേഖകളിലൊന്ന് ഹാജരാക്കണം. സർക്കാർ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ പേയ്മെന്റ് ഉത്തരവ്, സർക്കാർ തദ്ദേശ അധികൃതർ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, LIC പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ 1987-ന് മുൻപ് നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർക്കാർ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ, സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയാണ് ആ 12 രേഖകൾ. 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പേര് ചേർക്കാൻ ഫോറം 6-ൽ അപേക്ഷിക്കണം. ജനിച്ചത് 1987 ജൂലൈ 7-ന് മുൻപാണെങ്കിൽ ജനന തീയതിയോ ജനന സ്ഥലമോ തെളിയിക്കുന്ന രേഖകളിൽ ഒന്ന് നൽകണം. 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ജനിച്ചവർ ജനന തീയതിയോ ജനന സ്ഥലമോ തെളിയിക്കുന്ന രേഖകളും മാതാപിതാക്കളിൽ ഒരാളുടെ രേഖ നൽകണം. 2004 ഡിസംബർ 2-ന് ശേഷം ജനിച്ചവർ സ്വന്തം രേഖയും മാതാപിതാക്കളുടെയും രേഖകളും നൽകണം. ഓൺലൈനിലും SIRന് അപേക്ഷ നൽകാം. നവംബർ 4 മുതൽ ഇത് ലഭ്യമാകും. മൊബൈൽ നമ്പർ നൽകുമ്പോൾ OTP വരും. എന്യൂമറേഷൻ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ തന്നെ BLOയുടെ മൊബൈൽ ആപ്പിലെത്തും. BLO അപ്രൂവ് ചെയ്താൽ EROയ്ക്ക് കിട്ടും. പരാതികൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ അല്ലെങ്കിൽ ERO എന്നിവർക്ക് നൽകണം. ആദ്യത്തെ അപ്പീലിൽ കളക്ടറാണ് അധികാരി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് 2ാം അപ്പീൽ പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.